നെക്സ്റ്റ് ഒരു പ്രോബ്ലമാണ് നമുക്ക് വ്രോൺസ്കിയൻ വെച്ചിട്ട് ഇപ്പം നമ്മൾ വ്രോൺസ്കിയൻ എങ്ങനെ കണ്ട് ഡെഫിനേഷനൊക്കെ പഠിച്ചു. അപ്പോൾ ഇനി അത് വെച്ചിട്ട് ഒരു പ്രോബ്ലമാണ്. ഇപ്പോൾ പ്രോബ്ലം 3, ഇഫ് ദ വ്രോൺസ്കിയൻ ഡബ്ല്യു ഓഫ് ടു ഫങ്ഷൻസ് തന്നിട്ടുണ്ട്. എഫ് എൻ ജി ഈസ് 3e⁴t എന്ന് പറയുന്നത്. ഇഫ് എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു e⁴2t ദെൻ ഫൈൻഡ് ജി ഓഫ് ടി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വ്രോൺസ്കിയൻ ഓഫ് ടു ഫങ്ഷൻസ്, അതായത് ഡബ്ല്യു ഓഫ് ടു ഫങ്ഷൻസ് എഫ് കോമ ജി എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. ഇവിടെ 3e⁴ എന്ന് തന്നിട്ടുണ്ട്. അതുമാതിരി തന്നെ നമുക്ക് ഒരു ഫംഗ്ഷനും തന്നിട്ടുണ്ട്. എഫ് ഓഫ് ടി ഈസ് ഈക്വൽ ടു e⁴2t എന്നും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ജി ഓഫ് ടി എന്താണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് എന്താണ് ജി ഓഫ് ടി എന്ന് നമുക്കറിയില്ല. അപ്പോൾ നമുക്കത് കണ്ടുപിടിക്കണം. ഇപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഓൾറെഡി വ്രോൺസ്കിയൻ എന്താണെന്ന് അറിയാം അല്ലേ? യൂഷ്വൽ ഡെഫിനിഷൻ, അതായത് നമ്മുടെ കയ്യിലുള്ള ഡെഫിനിഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം വ്രോൺസ്കിയൻ്റെ ഡെഫിനിഷൻ എഴുതാം. അതേ ഈക്വൽ ടു നമുക്കിവിടെ തന്നിട്ടുണ്ട് അല്ലേ? വ്രോൺസ്കിയൻ എന്താണെന്ന് തന്നിട്ടുണ്ട്, 3e⁴t ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടിയും ഇക്വേറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് എഫും തന്നിട്ടുണ്ട്. അപ്പോൾ എഫിൻ്റെ ഡെറിവേറ്റീവും നമ്മൾ എന്ത് ചെയ്യുക, ആ വ്രോൺസ്കിയൻ്റെ ആ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിനെ സോൾവ് ചെയ്തെടുത്തിട്ട് ജീൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിൽ ചെയ്യാൻ പോണത്. ഓക്കെ, അപ്പം നോക്കാം. Given that w of f comma g of t is equal to 3e⁴t, നമുക്ക് വ്രോൺസ്കിയൻ എന്ന് പറയുന്നത് തന്നിട്ടുള്ളത് 3e⁴t ആണ്. ഇനി നമുക്ക് വ്രോൺസ്കിയൻ ഓഫ് ടു ഫംഗ്ഷൻ, നമ്മൾ ഡെഫിനിഷൻ പഠിച്ചത് വ്രോൺസ്കിയൻ ഓഫ് y1 y2 ഓഫ് t എന്ന് പറയുന്ന ഫോമിലായിരുന്നു. അപ്പോൾ നമുക്ക് വ്രോൺസ്കിയൻ്റെ ഡെഫിനിഷൻ എന്താ അറിയാം, ഡിറ്റർമിനൻ്റ് y1 y1 ഡാഷ് y2 y2 ഡാഷ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ y1നും y2നും പകരം എന്തായിരുന്നു, എഫും ജി ആയിരുന്നു. അപ്പം നമ്മളങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എഫ് ഡാഷ് ജി ഡാഷ് എന്ന് വന്നു അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കണ്ടുപിടിക്കുക ചെയ്യാറ് അല്ലേ? ഡിറ്റർമിനൻറ്റ് പറയുമ്പോൾ എന്താ ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇങ്ങോട്ട് മൈനസ് ചെയ്യുക അല്ലേ? എഫ് ഓഫ് ടി ഇൻറ്റു ജി ഓഫ് ടി മൈനസ് എഫ് ഡാഷ് ഓഫ് ടി, എഫ് ഓഫ് ടി ഇൻറ്റു ജി ഡാഷ് ഓഫ് ടി മൈനസ് എഫ് ഡാഷ് ഓഫ് ടി ഇൻറ്റു ജി ഓഫ് ടി എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമുക്കിവിടെ എഴുതിയിരിക്കുന്നത്, എഫ് ഓഫ് ടി ഇൻറ്റു ജി ഡാഷ് ഓഫ് ടി മൈനസ് എഫ് ഡാഷ് ഓഫ് ടി ഇൻറ്റു ജി ഓഫ് ടി എന്ന് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമുക്ക് വ്രോൺസ്കിയൻ ഓഫ് ടു ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഫോമിൽ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഇനി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, തന്നിട്ട് എന്താ കാര്യം, വ്രോൺസ്കിയൻ ഇസ് ഈക്വൽ ടു 3e⁴t ആണെന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് ആ വ്രോൺസ്കിയൻ ഇസ് ഈക്വൽ ടു 3e⁴t എന്ന് നമുക്ക് എഴുതാം. എന്താ, വ്രോൺസ്കിയൻ ഇസ് ഈക്വൽ ടു 3e⁴t എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ നമുക്ക് എഫ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ എഫിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂലേ? എഫ് തന്നിട്ടുള്ളത് എന്തായിരുന്നു, e⁴2t എന്ന് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എഫ് ഡാഷ് ചെയ്യുമ്പോൾ എന്ത് വരും, 2e⁴2t എന്ന് കിട്ടിയില്ലേ? അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഒരു ഇക്വേഷൻ വിച്ച് ഈസ് ഈക്വൽ ടു 3e⁴4t എന്നായിരുന്നു. ഇതിൽ ഇനി നമ്മൾ എന്ത് ചെയ്യുകയാണ്, എഫ് ഓഫ് ടിക്ക് പകരം e⁴2t എന്നും എഫ് ഡാഷ് ഓഫ് ടിക്ക് പകരം 2e⁴2t എന്ന് കിട്ടും അല്ലേ? ഇപ്പോൾ നമുക്ക് ജി ഡാഷിലുള്ള ഒരു ഇക്വേഷൻ കിട്ടും. അങ്ങനെ നമ്മൾ അതിനെ സോൾവ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാനത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിട്ട് മാറി, 2e⁴2t ഇൻറ്റു ജി ഡാഷ് ഓഫ് ടി മൈനസ് 2e⁴2t ഇൻറ്റു ജി ഓഫ് ടി വിച്ച് ഇസ് ഈക്വൽ ടു 3e⁴4t എന്ന് പറയുന്നത് അല്ലേ? ഇതിലൊരു e⁴2t കോമൺ ആണ്, ഇതിലൊരു e⁴2t കോമൺ ആണ്. അപ്പോൾ ആ കോമൺ ആയിട്ട് ഞാൻ e⁴2t എടുത്തു. e⁴2t ഇൻറ്റു ജി ഡാഷ് ഓഫ് ടി മൈനസ് 2g ഓഫ് ടി എന്ന് എഴുതി. ഇവിടെ നമുക്ക് e⁴4t ഉണ്ട്, അതിനെ ഞാൻ e⁴2t ഇൻറ്റു e⁴2t എന്ന് പറഞ്ഞ ഫോമിലേക്ക് എഴുതി. അപ്പോൾ ഇത് എന്തായിട്ട് മാറി, 3e⁴2t ഇൻറ്റു e⁴2t എന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ ഇനി നോക്കിക്കേ, നമ്മുടെ LHSലും RHSലും ഒരു e⁴2t കോമൺ ഉണ്ട്. അപ്പോൾ അത് രണ്ടും കൂടിയും ക്യാൻസൽ ചെയ്ത് പോയി. ദെൻ റിമൈനിങ് ആയിട്ട് നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്, ജി ഡാഷ് ഓഫ് ടി മൈനസ് 2g ഓഫ് ടി വിച്ച് ഇസ് ഈക്വൽ ടു 3e⁴2t എന്ന് കണ്ടു കിട്ടിയില്ലേ? അപ്പം ഈ ഇക്വേഷൻ ഒന്ന് നോക്കിക്കേ, പൊട്ടിറ്റസ് ഇക്വേഷൻ നമ്പർ 1. ഈ ഇക്വേഷൻ എന്താണ്, ഒരു ഫസ്റ്റ് ഓർഡർ ലീനിയർ ഇക്വേഷൻ അല്ലേ? ജി ഓഫ് ജിയിലുള്ള ഒരു ഫസ്റ്റ് ഓർഡർ ലീനിയർ ഇക്വേഷൻ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ജി ഡാഷ് ഓഫ് ടി ഈസ് ഈക്വൽ ടു മൈനസ് 2g ഓഫ് ടി ഇൻറ്റു വിച്ച് ഈസ് ഈക്വൽ ടു 3e⁴2t എന്ന് പറയുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ ഒരു ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടി. ഇനി നമ്മളിതിന് എന്ത് ചെയ്യണം, സോൾവ് ചെയ്യണം. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ മെത്തേഡാണ്. അപ്പോൾ വിച്ച് ഈസ് എ ഫസ്റ്റ് ഓർഡർ
ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇൻ സ്റ്റാൻഡേർഡ് ഫോമാണ് അല്ലേ. എന്തായിരുന്നു നമ്മളവിടെ സ്റ്റാൻഡേർഡ് ഫോം പഠിച്ചത്? വൈ ഡാഷ് പ്ലസ് എന്തായിരുന്നു പി ഓഫ് ടി ഇൻറ്റു വൈ വിച്ച് ഈസ് ഈക്വൽ ടു ജി ഓഫ് ടി എന്നോ അല്ലെങ്കിൽ ആർ ഓഫ് ടി എന്നോ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് പഠിച്ചിരുന്നത്. ഇപ്പോൾ ഇവിടുത്തെ പി ഓഫ് ടി ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റുന്ന കാര്യം എന്താണ്? ഇവിടുത്തെ പി ഓഫ് ടി എന്ന് പറയുന്നത് -2 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്താ തരുന്നത്? ഇ പവർ ഇൻ്റഗ്രൽ പി ഓഫ് ടി ഡി ടി എന്നായിരുന്നു നമ്മുടെ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ നമുക്ക് തരിക അല്ലേ. അപ്പോൾ അത് കാണുമ്പോൾ നമ്മുടെ ഇവിടുത്തെ പി എന്ന് പറയുന്നത് എന്താ? ഇവിടുത്തെ പി ഓഫ് ടി എന്ന് പറയുന്നത് എന്തായിരുന്നു? വിച്ച് ഈസ് ഈക്വൽ ടു -2 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എന്താ വരിക? ഇ പവർ ഇൻ്റഗ്രൽ -2 ഇൻറ്റു ഡി ടി എന്ന് വരും. വിച്ച് ഈസ് ഈക്വൽ ടു നമ്മളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും? ഇ പവർ -2t എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് ഇ പവർ -2t എന്ന് കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഈ ഇക്വേഷൻ ഉണ്ടല്ലോ, നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞ ഈ ഇക്വേഷനെ ഈ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ കൊണ്ട് ത്രൂ ഔട്ടായിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് എന്താ നോക്കാം. അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തു. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വന്നത്? ഇ പവർ -2t ഇൻറ്റു ജി ഡാഷ് ഓഫ് ടി -2 ഇ പവർ -2t ഇൻറ്റു ജി ഡാഷ് ഓഫ് ടി g of t which is equal to 3 e power 2t ഇൻറ്റു ഇ പവർ -2t എന്ന് പറയണത് അല്ലേ. അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു അടുത്ത സ്റ്റെപ്പിൽ പറയുമ്പം ഇവിടുത്തെ ഈ ആർ എച്ച് എസിലെ 3 ഇ പവർ 2tയും 3 ഇ പവർ -2tയും അതിനെ നമ്മൾ എങ്ങനെ എഴുതാം? ഇ പവർ 2t -2t എന്നല്ല എഴുതുക. അപ്പോൾ ഇ പവർ 0 വരും. ഇ പവർ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? 1. സോ ഈ ഇക്വേഷൻ എന്തായിട്ട് മാറി? ഇ പവർ -2t ഇൻറ്റു ജി ഡാഷ് ഓഫ് ടി -2 ഇ പവർ 2t ഇൻറ്റു ജി ഓഫ് ടി വിച്ച് ഈസ് ഈക്വൽ ടു 3. ഇനി നമ്മൾ ഈ ഇക്വേഷൻ നോക്കാം. എന്തിന് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്? ഡെറിവേറ്റീവ് ഓഫ് സം ഫംഗ്ഷൻ എഴുതാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുന്നത്. അപ്പോൾ ഇത് എന്തിനെയോ ഏതൊരു ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോഴാണ് നമുക്കത് കിട്ടിയത്. അപ്പോൾ നോക്കാം. അപ്പോൾ ഏതിനും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത് കിട്ടിയത് ഇ പവർ -2t ഇൻറ്റു ജി ഓഫ് ടീനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തപ്പോഴാണ് നമുക്ക് ഈ ഒരു ഇത് കിട്ടിയത്. സോ ഇതിന് പകരം നമ്മൾ എന്ത് റീപ്ലേസ് ചെയ്ത് എഴുതി? d/dt ഓഫ് ഇ പവർ -2t ഇൻറ്റു ജി ഓഫ് ടി വിച്ച് ഇസ് ഈക്വൽ ടു 3 എന്ന് നമ്മൾ എഴുതി അല്ലേ. അപ്പോൾ ഇത് നമുക്ക് കിട്ടി. നമുക്കിങ്ങനെ കിട്ടി d/dt ഓഫ് ഇ പവർ -2t ഇൻറ്റു ജി ഓഫ് ടി വിച്ച് ഇസ് ഈക്വൽ ടു 3 എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കണം. സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബോത്ത് സൈഡ്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. വിത്ത് റെസ്പെക്റ്റ് എന്തിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്? ടിയിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ ഇൻ്റഗ്രലും ഡിഫറൻസുകളിലും കൂടി പോയിട്ട് നമുക്കിവിടെ എന്ത് വരും? ഇ പവർ -2t ഇൻറ്റു ജി ഓഫ് ടി എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ഇൻ്റഗ്രൽ 3dt എന്ന് പറയും. ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരിക? 3t + 3 സി എന്ന് പറയും അല്ലേ. വേറെ സി എന്ന് പറയുന്നത് എന്താ? ഒരു കോൺസ്റ്റൻ്റ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഇ പവർ -2t ഇൻറ്റു ജി ഓഫ് ടി വിച്ച് ഇസ് ഈക്വൽ ടു 3t + c എന്ന് കിട്ടി. ഇനി നമ്മൾ ഈ ഇക്വേഷനെ ത്രൂ ഔട്ടായിട്ട് രണ്ട് സൈഡിലും ഒരു ഇ പവർ 2t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് അവിടുന്ന് ജി ഓഫ് ടി കിട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജി ഓഫ് ടി ഇസ് ഈക്വൽ ടു 3t ഇൻറ്റു ഇ പവർ 2t + c ഇൻറ്റു ഇ പവർ 2t എന്ന് കിട്ടി. ഓക്കെ, നമ്മൾ എന്താ ചെയ്തത്? ഈ ഒരു ഇക്വേഷനെ ത്രൂ ഔട്ടായിട്ട് ഇ പവർ 2t കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ വന്നപ്പോൾ നമുക്ക് ജി ഓഫ് ടി ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? 3t ഇൻറ്റു ഇ പവർ 2t + c ഇൻറ്റു ഇ പവർ 2t എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മുടെ ജി ഓഫ് ടി എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് എന്താ തന്നത്? വ്രോൺസ്കിയൻ തന്നായിരുന്നു, ഒരു ഫംഗ്ഷനും തന്നു. അങ്ങനെയാണെങ്കിൽ നമ്മളോട് വ്രോൺസ്കിയനോ FN G എന്ന് പറയുന്നത് എന്താണെന്ന് തന്നു? എഫും തന്നു. എന്നിട്ട് നമ്മളോട് ജി കണ്ടുപിടിക്കാനാണ് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ജി ഓഫ് ടി എന്ന് പറയുന്നത് എന്താ കിട്ടി? 3t ഇൻറ്റു ഇ പവർ 2t + c ഇൻറ്റു ഇ പവർ 2t എന്ന് കിട്ടി. ഓക്കെ, അത്രയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ ഉണ്ടായിരുന്നത്.